ശ്രുതി, ദുരന്തം ബാധിച്ചവർക്ക് പലതരത്തിലാണ് നമ്മൾ സഹായങ്ങൾ എത്തിച്ചു നൽകുന്നത്. അത്തരത്തിൽ വയനാട്ടിലേക്ക് വ്യത്യസ്തമായ ഒരു സഹായം എത്തിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനതയ്ക്ക് ആവുന്നതെല്ലാം ചെയ്തു നൽകുകയാണ് നമ്മൾ ഓരോരുത്തരും. എന്ത് ചെയ്യാനാവുമെന്ന മാറാട് ജിനരാജാദാസ് ALP സ്കൂളിലെ കുഞ്ഞുങ്ങളുടെയും അധ്യാപകരുടെയും ആലോചന ചെന്നെത്തിയത് നോട്ട് പുസ്തകങ്ങൾ പകർത്തിയെഴുതാനുള്ള തീരുമാനത്തിലാണ്. പാഠപുസ്തകങ്ങൾ സർക്കാരിന് വീണ്ടും വിതരണം ചെയ്യാനാവുമെങ്കിലും ഇതുവരെ എഴുതിയ നോട്ട് പുസ്തകങ്ങൾ എങ്ങനെ തിരികെ കിട്ടുമെന്ന ആശങ്കയ്ക്കാണ് ഇതോടെ അവസാനമായത്. കുഞ്ഞുങ്ങളുടെ ഈ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ വലിയ ആശ്വാസമാകും. സ്നേഹമഷി നിറച്ച് അക്ഷരങ്ങൾ എഴുതുകയാണ് പിഞ്ചുവിരലുകൾ. ഇടവേളകളിൽ കുഞ്ഞുവിരലുകൾ എഴുതി തീർക്കുന്നത് മുണ്ടക്കൈയിലും ചൂരൽമലയിലും സർവ്വവും നഷ്ടപ്പെട്ട 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ 138 കുഞ്ഞുങ്ങൾക്കുള്ള പാഠഭാഗങ്ങൾ. നല്ല കൈയക്ഷരമുള്ള 36 പേരാണ് നോട്ട് പകർത്തി എഴുതുക. ബാക്കിയുള്ളവർ എഴുതേണ്ട ഭാഗം ഉറക്കെ വായിച്ചു കൊടുക്കും. വയനാട്ടിലത്തെ കുട്ടികളെ ബുക്കും സ്കൂളൊക്കെ ഒലിച്ചു പോയതുകൊണ്ട് അവർക്ക് ഒരു സഹായം ചെയ്യണേ. നോട്ട്സ് എഴുതിയിട്ട് ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള ഓണപരീക്ഷ വരെയുള്ള നോട്ട്സ് ഞങ്ങൾ എഴുതി കൊടുക്കും. വയനാട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ ബുക്കും കാര്യങ്ങളൊക്കെ ഒലിച്ച് അതിനെക്കൊണ്ട് അവർക്കൊരു സഹായം ചെയ്തെടുത്തത്. ഇംഗ്ലീഷ്, മലയാളം, പരിസര പഠനം, ഗണിതം, അറബിക് വിഷയങ്ങളിൽ ഓണപരീക്ഷ വരെയുള്ള നോട്ട് പുസ്തകങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. ഓരോ നോട്ട്ബുക്കും ഓരോ കോപ്പി വീതം എഴുതി 138 പകർപ്പെടുത്ത് ബൈൻഡ് ചെയ്താണ് കുട്ടികൾക്ക് എത്തിക്കുക. അടുത്ത ദിവസങ്ങളിൽ വയനാട്ടിലെത്തി DDEക്ക് കൈമാറാനാണ് തീരുമാനം. അവിടത്തേക്കുള്ള ഭക്ഷണവും വസ്ത്രവും വെള്ളവും ഒക്കെ ഒരുപാട് സംഘടനകളും സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആ സാധനങ്ങൾ അധികമാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു നിരാശയായിരുന്നു. വയനാട്ടിലുള്ള കുട്ടികളെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞങ്ങൾ അധ്യാപകർ ഇങ്ങനെയൊരു പദ്ധതി ആലോചിച്ചത്. കാരണം പാഠപുസ്തകങ്ങൾ സർക്കാർ അച്ചടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് ജൂൺ മുതൽ ഈ ഓണപരീക്ഷ വരെയുള്ള സമയങ്ങളിലേക്കുള്ള നോട്ട് പുസ്തകം അതൊക്കെ അവരെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളാണ്. അത് വളരെ വേഗത്തിൽ ഒരിക്കലും അവരെ സംബന്ധിച്ച് അത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയില്ല. ഓരോ ദുരന്തവും തളർത്തിക്കളയുന്നത് നിരവധി മനുഷ്യരുടെ പ്രതീക്ഷകളാണ്. അവരോട് നാം ഒരു തോറ്റ ജനതയല്ലെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയു, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.